തൊഴിൽ വിപണി ക്രമീകരിക്കുക, ജനസംഖ്യാപരമായ അസന്തുലിതത്വം കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് കുവൈറ്റ് ഗവൺമെന്റ് നീങ്ങുന്നത്. സ്വദേശികളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വിദേശികളുടെ തോത് പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ കുവൈത്തിലെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്ന് വിലയിരുത്തലുണ്ട്. ജനസംഖ്യാ സന്തുലനം സംബന്ധിച്ച് പഠനം നടത്തിയ വിവിധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട സമിതി ഈയിടെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പഠന സമിതികളുടെ ശുപാർശകളിൽ മന്ത്രിസഭ ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സൂചന. പരിഗണനയിലുള്ള പല നടപടികളും വിദേശികളെ നേരിട്ട് ബാധിക്കുന്നതാണ്. വിദേശികൾക്ക് ആശ്രിത വിസ ലഭിക്കുന്നതിനുള്ള ശമ്പള പരിധി 250 ദീനാറിൽ നിന്ന് 450 ദീനാറായി ഉയർത്തുക, വിസ, തൊഴിൽ പെർമിറ്റ്, ഇഖാമ തുടങ്ങിയ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുക, ജോലിയിൽ നിന്ന് ഒളിച്ചോടുന്നവരിൽ നിന്ന് ഹാജരാകാത്ത ഓരോ ദിവസത്തിനും 4 ദിനാർ വീതവും പരമാവധി 1000 ദീനാറും പിഴ ഈടാക്കുക തുടങ്ങിയവയാണ് വിദേശികളെ നേരിട്ട് ബാധിക്കാവുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടവ. ഇതോടൊപ്പം സ്വദേശീവൽക്കരണത്തിന് ആക്കം കൂട്ടാൻ സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കാൻ സന്നദ്ധരാകുന്ന പൗരന്മാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനും നിർദ്ദേശമുണ്ട്. പൊതുമേഖലയിലെ ജീവനക്കാർക്ക് നൽകിവരുന്ന അലവൻസ് സ്വകാര്യ മേഖലയിലെ സ്വദേശികൾക്കും നൽകുന്ന കാര്യമാണ് സർക്കാർ പരിഗണിക്കുന്നത്. ഇതിനു പുറമെ ഫ്രൈഡേ മാർക്കറ്റ് പോലുള്ള പൈതൃക വ്യാപാര സംരംഭങ്ങളിലേക്കും സഹകരണ മേഖലയിലേക്കും കൂടുതൽ സ്വദേശി ജീവനക്കാരെ ആകർഷിക്കുന്നതിനുള്ള നടപടികളും അടുത്തു ചേരുന്ന ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയുന്നത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി.